ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരും പാലും വെച്ചിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടീസിന് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വേണ്ടുള്ളൂ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പൊ ആദ്യം തന്നെ ഞാനിത് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നു. ഇത് നമുക്കൊന്ന് പുഡിംഗ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കഴിക്കാൻ. അപ്പൊ ഇത് നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ വറുത്തെടുക്കുന്ന പോലെ നല്ല കളർ ആവുന്നത് വരെ തന്നെ വറുത്തെടുക്കുക. അപ്പൊ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പൊ ഇത് ഈ ഒരു കളർ ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി തേങ്ങയിൽ നന്നായിട്ട് പഞ്ചസാരയൊക്കെ പിടിച്ച് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത്. കുറച്ചും കൂടി ഒന്ന് കളറാക്കി എടുക്കണം. അപ്പൊ ഇതേ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. പിന്നെ ഞാൻ ഇവിടെ ഒരു 20 ചക്കക്കുരു ഏകദേശം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കുക്കറിലിട്ട് ഒരു 3 വിസിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ചില ചക്കക്കുരു ആണെങ്കിൽ ചിലപ്പോൾ വിസിൽ കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും, വേവ് കുറച്ച് കൂടുതൽ ഉണ്ടാവും. അപ്പൊ എന്തായാലും നല്ല സോഫ്റ്റ് ആവുന്ന വരെ വേവിച്ചെടുത്താൽ മതി. അപ്പൊ ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, ഇങ്ങനെ തന്നെ എടുക്കുകയാണ്, അതാണ് കുറച്ചുകൂടെ ഹെൽത്തി. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തേങ്ങാപ്പാലിലും ചെയ്യാം. ഞാൻ എളുപ്പത്തിന് പശുപാലിൽ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ എടുക്കാം, പക്ഷെ മൈദ എടുക്കും കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും ഇതിനേക്കാളും. ഇത് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ പുഡിംഗ് വേവിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു കപ്പ് പാലും കൂടെ വേണം. അപ്പൊ മൊത്തത്തിൽ നമ്മൾ ഒരു പാക്കറ്റ് 1/2 ലിറ്ററിന്റെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ടാണ് ഇപ്പൊ തന്നെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. അപ്പൊ ഞാനിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, കാരണം പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് ഉണ്ടാവുക. അപ്പൊ നന്നായിട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ ഇത് ഈ പുഡിങ്ങിന്റെ മിക്സർ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ വെള്ളം പോലെ വീഴാൻ പാടില്ല. നല്ല തിക്കായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ഇത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇത്രേ ചെയ്യേണ്ടേ ഉള്ളൂ. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പൊ ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ തേങ്ങ ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ മാറ്റം വരുത്താം. അപ്പൊ ഇനി ഇതിന്റെ മേലെയായിട്ട് നമുക്ക് പുഡിംഗ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ ഷെയ്ക്ക് ആക്കിയിട്ട് കുടിക്കാം, അതും നല്ല ടേസ്റ്റ് ആണ്. അതിന്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. നല്ലൊരു രുചിയാണ് ഇതിങ്ങനെ കഴിക്കുന്ന സമയത്ത്. വെറുതെ പറയല്ല കേട്ടോ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇനി ഇതിന്റെ മേലെയായിട്ട് നമുക്ക് ബാക്കിയുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ തേങ്ങയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അതിങ്ങനെ ക്രഞ്ചി ആയിട്ട് കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് അടച്ചിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കണം. അപ്പൊ ഏകദേശം ഒരു 3-4 മണിക്കൂറൊക്കെ വെക്കുമ്പോൾ നല്ല തണുത്ത് കിട്ടും. അപ്പൊ നല്ല ടേസ്റ്റും ഉണ്ടാകും കഴിക്കാൻ. അപ്പൊ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും കൂടിയാണ് ഈ പുഡിങ്ങിന് ഉണ്ടാവുക. പിന്നെ നമ്മൾ ജലാറ്റിനും ചൈന ഗ്രാസും ചേർത്തില്ല എന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളിയായിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബൗളിലാക്കിയിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ കുട്ടീസിനൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, സെപ്പറേറ്റ് ബൗളാക്കിയിട്ട്. അപ്പൊ നമുക്കൊരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഒരു തവിയോ വെച്ചിട്ട് നമുക്ക് ഇത് ഈസി ആയിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്രീമി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.